Guys, welcome to my channel. My name is Sharesh Tech Edge. So, we will best phones under 25,000 rupees. 25,000 rupees phone is a sweet spot. ഒരു ബഡ്ജറ്റിന് മണ്ടയ്ക്ക് വരും എന്നാൽ ലോ ബഡ്ജറ്റിലും പോകുന്നില്ലാത്ത ഒരു സ്വീറ്റ് സ്പോട്ടിൽ വരുന്ന ഒരു ഫോണുകളാണ്. ഇവിടെ നല്ല ഒത്തിരി ഫോൺസുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എനിക്ക് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മോട്ടോയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫോണാണ്. അത്യാവശ്യം നല്ലൊരു മൊബൈലാണ് വരുന്നത്. എഡ്ജ് 50 ഫ്യൂഷൻ ലെതർ ബാക്ക് വരുന്നുണ്ട്. ഡുവൽ ക്യാമറ വരുന്ന ഒരു 50 മെഗാ പിക്സൽ, ഒരു 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഡിസ്പ്ലേ ഒരു 1.5Kയുടെ ഒരു നല്ല ആമോലെഡ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്പ്രെഡി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എഡ്ജ് ഡിസ്പ്ലേ കിട്ടുന്നു. പിന്നെ പറയുന്നൊരു കാര്യം 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അവിടെ ഫുൾ HD റെക്കോർഡിംഗേ വരുന്നുള്ളൂ. റിയൽ ക്യാമറയിൽ 4K സപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാറ്ററി ലൈഫ്, ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 65 വാൾട്ടിന്റെ ഒരു ചാർജർ ഉണ്ട്. അത്യാവശ്യം നല്ല ചാർജിങ് സ്പീഡാണ്. 5000 mAh ബാറ്ററി. ഡിസ്പ്ലേ പിന്നെ 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ബിറ്റിന്റെ കളറാണ്. 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് ഞാൻ പറയും. നല്ല ഡിസ്പ്ലേ, ക്യാമറ ഈസ് പ്രെറ്റി ഗുഡ്. ഫോട്ടോഗ്രാഫിയിൽ, വീഡിയോഗ്രാഫിയിലേ ഉള്ളൂ ഇച്ചിരി ഒരു ക്ലച്ചറിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. DDR4X RAM വരുന്നുണ്ട്. 8GB 256GB 23,000 രൂപയോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോൺ. കാരണം എനിക്ക് ബെസ്റ്റ് ക്യാമറ എന്ന് തോന്നുന്നു. കാരണം യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്ത ക്യാമറ. കാരണം 50 മെഗാ പിക്സൽ, ഒരു 13 മെഗാ പിക്സൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറാസ് യൂസ് ചെയ്തു. അത് നല്ല രണ്ടേ വെച്ചുള്ളെങ്കിലും അത് ബെസ്റ്റ് ക്യാമറ ആയിട്ട് എനിക്ക് തോന്നി. നല്ല വൈഡ് ആംഗിൾ ക്യാമറ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ക്യാമറ എന്ന് ഞാൻ പറയും. വീഡിയോഗ്രാഫിയിൽ ഓക്കെ ആണ്, പ്രെറ്റി ഗുഡ് ആണ് വരുന്നത്. അത്ര മോശമൊന്നുമല്ല, നല്ല ക്യാമറാസ് ആണ് വരുന്നത്. പിന്നെ പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല 2-3 കളേഴ്സ്. വീഗിൾ ലെതർ വരുന്നുണ്ട്. ബാക്കിൽ 25,000 സ്പീഡ് സ്പോട്ടിന് എന്റെ ബെസ്റ്റ് ഫോൺസ് ഇതിൽ ഒരെണ്ണം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് മോട്ടോ എഡ്ജ് ഫ്യൂഷൻ ആണ്. 50 ഫ്യൂഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു മൊബൈൽ. IP68 വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് IP68 വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാൻ സാധിക്കുന്ന പിന്നെ കാര്യങ്ങൾ ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlusന്റെ നോട്ട് CE4 ആണ്. അത്യാവശ്യം നല്ലൊരു മൊബൈലാണ്. കാരണം നല്ല ഡിസ്പ്ലേ വരുന്നൊരു, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ. കാരണം ഒരു 1100 നിക്സ് ബ്രൈറ്റ്നസോളം വരുന്ന നല്ല ബെസൽനെസ് കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബെസൽനെസ് കുറവാണ്. 24 ചില്ലറ രൂപയോളം അതിനാവും. ചില്ലറ രൂപയോളം. അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ഫോണാണ് വരുന്നത്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 50 മെഗാ പിക്സൽ, ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. റിയൽ ക്യാമറയിൽ നമുക്ക് ഒരു 30 FPS 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. EAS വരുന്നുള്ളൂ. OIS ഉണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മെഗാ പിക്സലാണ് ക്യാമറ. ഒരു 60 മെഗാ പിക്സൽ ഒരു ഫുൾ HDയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ക്യാമറ ഒരു ആവറേജ്. അതാ ക്യാമറ ഈസ് പ്രെറ്റി ഗുഡ് ആയിട്ട്. ഫോട്ടോഗ്രാഫി ഈസ് പ്രെറ്റി ഗുഡ്. വീഡിയോയിൽ ഒരു മോശമായിട്ട് എനിക്ക് ചെറിയ കാര്യങ്ങൾ തോന്നുന്നു. അല്ലാതെ ബേസ് ചെയ്ത് നല്ല ഇതാണ് വരുന്നത്. DDR4X RAM വരുന്നുണ്ട്. 8GB 256GB 24 ചില്ലറ വരുന്നത്. 24 200 എത്ര കണ്ടത് മാറി മാറി വരുന്നുകൊണ്ടിരിക്കും. ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് താരം. പിന്നെ IP65 ആണ് വരുന്നത്. 65 ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഫുള്ളി വാട്ടർ റെസിസ്റ്റന്റ് അല്ല, ഒരു സ്പ്ലാഷ് പ്രൂഫ് ആണ്. ഡസ്റ്റ് പ്രൂഫും ഫ്ലാഷ് പ്രൂഫും ആണേ ഉള്ളൂ. OnePlus CE4 എന്ന് പറഞ്ഞ നോട്ട് CE4 എന്ന് പറഞ്ഞ ഫോൺ അത്യാവശ്യം നല്ല ഡിസൈൻ ആണ് വരുന്നത്. ക്യാമറ ഇസ് പ്രെറ്റി ഗുഡ്. 5000 mAh ബാറ്ററി ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി. 80 വോൾട്ടിന്റെ ചാർജറും വോക്ക് ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സൗണ്ടിങ് കിട്ടുന്നുണ്ട് നമുക്ക്. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ OS ആയാലും ഓക്സിജൻ OS ആണ് വരുന്നത്. ഓക്സിജൻ OS അത്യാവശ്യം ക്ലീൻ ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള OS ആണ് വരുന്നത്. ഒരു 3 years ഓഫ് അപ്ഡേറ്റ്, 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സ്വീറ്റ് സ്പോട്ടിൽ വരുന്ന ഒരു നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി 25 രൂപ എന്ന് പറഞ്ഞൊരു സ്വീറ്റ് സ്പോട്ടാണ്. 25-30 താഴെ വന്ന് 20 തൊട്ട് 25 വരെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും. 25 വരുവാണെങ്കിൽ ഇതൊരു സ്വീറ്റ് സ്പോട്ടിൽ വരുന്നൊരു ഫോൺ എന്ന് പറയും. കാരണം നല്ല അത്യാവശ്യം നല്ലൊരു ഫോൺസ് ആണ് വരുന്നത്. പിന്നെ അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് പറയാൻ സാധിക്കുന്നത് പോക്കോയുടെ X6 Pro ആണ്. അത്യാവശ്യം നല്ലൊരു മൊബൈലാണ്. ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ് വരുന്നത്. ഡയമൻസിറ്റി 300 ആണ് വരുന്നത്. 3000 ആണ് വരുന്നത്. അൾട്രയാണ്. 3000 അൾട്രയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. X6 Proയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ. 1.5K റെസൊല്യൂഷന്റെ ഒരു 120 ഹെർട്സിന്റെ ഒരു AMOLED 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ബെസൽസ് വളരെ തിൻ ആയിട്ടുള്ള ബെസൽസ് വരുന്ന ഒരു ഫോണാണ് വരുന്നത്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ മാക്രോ. അത് അത്യാവശ്യം യൂസ്ലെസ് ആണ്.
നോക്കുമ്പോൾ പിന്നെ ഫ്രണ്ട് വരുന്നത് വെച്ചാൽ 16 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അതിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഇല്ല, ഫുൾ HD മാത്രം, റിയലിൽ മാത്രമേ ഉള്ളൂ 4K റെക്കോർഡിംഗ് വരുന്നത്. പിന്നെ ഒരു 5000 mAh ബാറ്ററിയാണ്, 67 വാൾട്ടിന്റെ ഒരു ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം ടർബോ ചാർജർ ആണ് വരുന്നത്, ചാർജ് പെട്ടെന്ന് കയറും. ബാറ്ററി ലൈഫ് ഈസ് പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബിൽഡ് ക്വാളിറ്റി ഈസ് പ്രെറ്റി ഗുഡ്. ഒരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് ഞാൻ പറയാം, ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. ക്യാമറ അത്ര ഓറിയന്റഡ് അല്ല, ഒരു ഓക്കെ ക്യാമറയേ ഉള്ളൂ. ക്യാമറയെ നിങ്ങൾ നോക്കണ്ട, പെർഫോമൻസ് ഈസ് പ്രെറ്റി ഗുഡ്. പിന്നെ പോക്കോഡ് OS വരുന്നുണ്ട്, അത്യാവശ്യം നല്ല OS ആണ്. 2 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഒരു 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിങ്ങിനാണ് വരുന്നത്. വരുന്നതെന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2 ആണ്. അത്യാവശ്യം നല്ലൊരു മൊബൈലാണ് വരുന്നത്. 6.67 ഇഞ്ചിന്റെ ഒരു എഡ്ജ് ബെസിലെസ് കുറഞ്ഞൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേ ഉള്ള ഒരു ബാക്കിയുള്ള 2K ഒക്കെ തരുന്നുണ്ട്. ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ട് ഡയമണ്ട് സിറ്റിയുടെ ഒരു പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് തോന്നുന്നു. ഡയമണ്ട് സിറ്റിയുടെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല പ്രോസസ്സറാണ് തോന്നുന്നു. ആ ഒരു പ്രൈസിന് എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയില്ല, കാരണം അതിലും നല്ലതായിട്ട്, അതുകൊണ്ടാണ് ഇതിനെ താഴോട്ട് കൊണ്ടുവരുന്നതിന്റെ കാര്യം. അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ് വന്നേക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 50 മെഗാ പിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ ആണ്. രണ്ട് 50 മെഗാ പിക്സൽ 4K റെക്കോർഡിംഗ് ഉണ്ട്, 30 FPS പറ്റത്തുള്ളൂ. ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അവിടെ നമുക്ക് ഫുൾ HD പറ്റുന്നുള്ളൂ. പിന്നെ നത്തിങ്ങിന്റെ OS വരുന്നുണ്ട്, അത്യാവശ്യം 2.0 3.0 ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല OS ആണ് വരുന്നത്. ക്ലീൻ ആൻഡ് ഫ്ലൂയിഡ് OS ആണ് വരുന്നത്, നത്തിങ് OS. പിന്നെ ബാക്കിൽ ലൈറ്റ് കത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലൈറ്റ് കത്തും, അത്രേ ഉള്ളൂ, വലിയ രീതിയിലൊന്നുമില്ല. ഒരു ഇതൊക്കെ യൂസ് ചെയ്ത് ലൈറ്റ് കത്തും. ഒരു ആഡംബര ഫോണായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫോൺ. ചാർജിങ് ഒരു 5000 mAh ബാറ്ററി, 4500 mAh ബാറ്ററി, ഒരു 67 വാൾട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോൺ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത്ര നല്ല ഫോൺ അല്ല, കാരണം ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ, ബെസ്റ്റ് ഫോൺ എന്ന് പറയാനായിട്ട് സാധിക്കും. ക്യാമറ വൈസ് ചെയ്തായാലും ക്യാമറ ഓക്കെ എന്ന് എനിക്ക് പറയുന്നുള്ളൂ. നത്തിങ്ങിന്റെ OSഉം നത്തിങ്ങിന്റെ ഫോൺ ആ ബ്രാൻഡിന്റെ വാല്യൂ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഫോണാണ് നത്തിങ് ഫോൺ 2A. ലൈക്ക് ചെയ്യണം, ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.